ഇനി നമുക്ക് ഒരു പിന്നെ മെസ്സിട്ടേക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഷീറ്റ് വേണം, പേപ്പർ ഷീറ്റ് അങ്ങനെ മതി. നമുക്കിത് ചുറ്റിയിട്ട് എടുക്കണം. അത് നമുക്കതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വെട്ടൊക്കെ ചെയ്യാം. ഇത്തിരി നീട്ടിയെടുക്കുക. അതാ ഇതുപോലെ നമുക്ക് ഇത്തിരി നീട്ടിയെടുക്കാം. നമുക്ക് ഉള്ളിലും വെക്കാനും ഇതാ നമുക്കിതാ ഇങ്ങനെയാണ് അളവ് വന്നിട്ടുള്ളത് കേട്ടോ ഗൈസ്. അളവിനായിട്ട് നമ്മൾ കത്രികയ്ക്ക് വെട്ടാം. നമുക്ക് ഇതാണ് നമ്മൾ അളവ് എന്ന് പറഞ്ഞത് ഗൈസ്. നമുക്കതിന് അളവ് വെട്ടാൻ വേണം. നമുക്ക് അളവ് വെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പശ വേണം കേട്ടോ ഗൈസ്. പശ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അറിയില്ല എനിക്ക്. അപ്പോൾ നമ്മളിത് വെട്ടാണ്. നമ്മളിത് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നോക്കാം അളവ് തന്നെയായിരുന്നു കേട്ടോ. ഒന്നുകൂടി നമുക്ക് തുമ്പ് വെച്ചിട്ട് നോക്കാം ആ അളവ് തന്നെ ആണോ എന്ന്. നമുക്കിത് അളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ പിന്നെ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് പശ ഒട്ടിക്കുക. ഈ വിടവുള്ള ഭാഗത്ത് നമുക്ക് പശ ഒന്ന് ഒട്ടിച്ചേക്കാം. പശ ഒട്ടിച്ച് ഇതായി ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ബാക്കിൻ്റെ ഭാഗത്തൊന്ന് വെട്ടിക്കൊടുക്കാം നമുക്ക്. വിട്ടൊക്കെ നമ്മൾ നല്ല വെട്ടിക്കൊടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളെ പാത്രം ഇതുപോലെ ആയിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണമല്ലോ ഗൈസ്. ഇതാ